താങ്ക് യു കേട്ടോ സാർ. ഓക്കെ ഓക്കെ ഓക്കെ. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അപ്പൊ എല്ലാവർക്കും സുഖമെന്ന് കരുതുന്നു. നമ്മൾ ഇന്ന് വന്നിരിക്കുന്ന അനീഷേട്ടന്റെ ഒരു വീഡിയോ ആയിട്ടാണ്. നമ്മുടെ ബിഗ് ബോസിലെ ഫസ്റ്റ് റണ്ണറപ്പ് ആയ അനീഷേട്ടന് 10 ലക്ഷം രൂപയാണ് കോൺഫിഡൻസ് ഗ്രൂപ്പ് സമ്മാനമായിട്ട് നൽകിയിരിക്കുന്നത്. അപ്പം അതിനെ സംബന്ധിച്ച് കുറെ അധികം കാര്യങ്ങളും വിഷയങ്ങളും ചർച്ചാ വിഷയങ്ങളും എല്ലാം പുറകെ നടപ്പുണ്ട്. അപ്പൊ നമുക്ക് നമ്മുടെ ഒരു അഭിപ്രായം, നമുക്ക് തോന്നിയ ഒരു അഭിപ്രായം പറയണമെന്ന് തോന്നി. അതിനാണ് നമ്മളിപ്പോ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പം കേൾക്കാൻ താല്പര്യമുള്ള തീർച്ചയായും വീഡിയോ ഫുൾ ആയിട്ട് കാണുക. എന്റെ ഒരു ഒപ്പീനിയൻ ഞാൻ ഇതിനകത്ത് പറയുന്നതായിരിക്കും. നിങ്ങൾ നിങ്ങളുടെ ഒപ്പീനിയൻ നിങ്ങൾക്ക് എന്താണ് തോന്നിയെന്ന് വെച്ചാൽ പറയണം. വളരെ നല്ല കാര്യം. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബിഗ് ബോസിൽ 100 ദിവസം നമ്മുടെ ജീവിതം മൊത്തം അങ്ങോട്ട് ബലിയാടായി കൊടുത്ത് നിൽക്കുക എന്ന് പറഞ്ഞാൽ അത് വളരെ വലിയൊരു കാര്യമാണ്. അപ്പോൾ ഇപ്പോൾ ഈ കോൺഫിഡൻസ് ഗ്രൂപ്പ് തന്നെയാണ് നമ്മുടെ ബിഗ് ബോസ് വിന്നർക്കും പ്രൈസ് കൊടുക്കുന്നത്. ഇപ്പം ഫസ്റ്റ് റണ്ണറപ്പായ അനീഷേട്ടനും ഈ പ്രൈസ് 10 ലക്ഷം രൂപ സ്പോൺസർ ചെയ്തിരിക്കുന്നത് ഈ കോൺഫിഡൻസ് ഗ്രൂപ്പ് തന്നെയാണ്. വളരെ നല്ല കാര്യം. നമ്മൾ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്, ഇത്രയും നമ്മുടെ 100 ഡേയ്സ് നമ്മുടെ ജീവിതം അങ്ങോട്ട് ഇട്ട് കൊടുത്ത് അവർ റീച്ച് ആക്കുന്നു, അവർക്ക് പൈസ കിട്ടുന്നു, ചാനൽ വളരുന്നു. അപ്പം ഈ ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ഇങ്ങനെ വരുന്ന റണ്ണറപ്പിനൊന്നും പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല. അവർക്ക് ആ 100 ഡേയ്സ് നിൽക്കുന്നതിന്റെ ആ ഒരു എമൗണ്ട് കിട്ടും. അതൊഴിച്ചാൽ വേറെ ഒരു ഇതുമില്ല. പക്ഷെ ഇത്തവണ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മൈജിയുടെ ഒരു പ്രോഡക്റ്റ് ആയിരുന്നു നമ്മുടെ അനീഷേട്ടൻ. മൈജിയുടെ ഒരു കണ്ടസ്റ്റൻസ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ മൈജിക്കാര് അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് വേണ്ടുന്ന സകലമാന ഫർണിച്ചറും ഓഫർ ചെയ്തിട്ടുണ്ട്. വളരെ നല്ല കാര്യം തന്നെ. അതിന് പുറമെയാണ് ഇപ്പോൾ കോൺഫിഡൻസ് ഗ്രൂപ്പ് 10 ലക്ഷം രൂപ കൊടുക്കുന്നത്. അപ്പൊ ചിലരുടെ ഇടയിൽ ഇങ്ങനെ ഒരു പറച്ചു കേട്ടിട്ടുണ്ട്, ഇത് അനിമോക്കിട്ടുള്ള തിരിച്ചടിയാണോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അനിമോൾ PR കൊണ്ട് മാത്രമല്ലേ വിജയിച്ചത്. അപ്പോൾ കോൺഫിഡൻസ് ഗ്രൂപ്പിന് തന്നെ തോന്നി തുടങ്ങി അനീഷ് ആയിരുന്നു വിന്നർ ആകേണ്ടിരുന്നത്. പക്ഷെ PR ബലത്തിൽ അനിമോൾ ജയിച്ചത് കൊണ്ട് അവർക്ക് തന്നെ ഒരു കുറ്റബോധം തോന്നിയത് കൊണ്ടാണ് ഇപ്പൊ ഇങ്ങനെ ഒരു 10 ലക്ഷം രൂപ കൊടുക്കുന്നത് എന്നുള്ള ഒരു സംസാരമൊക്കെ ഇങ്ങനെ കേൾക്കുന്നുണ്ട്. നമുക്ക് അതിലേക്ക് വരാം. നമുക്ക് തീർച്ചയായും അത് ഡീറ്റെയിൽ ആയിട്ട് ചർച്ച ചെയ്യാം. അപ്പം ഇന്നലെ കഴിഞ്ഞ ദിവസം കോൺഫിഡൻസ് ഗ്രൂപ്പ് ഇതുപോലെ 10 ലക്ഷം രൂപ അനീഷിന് പ്രഖ്യാപിച്ചിട്ടുണ്ട്, ഞങ്ങൾ തരാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ഡോക്ടർ റോയ് സാറ് ഇദ്ദേഹത്തെ വിളിക്കുണ്ടായി. അപ്പൊ നമുക്ക് ആ ഒരു കോൾസ് ഒന്ന് കേട്ടിട്ട് വരാം. ഹലോ. അനീഷ് ഓക്കെ, കൺഗ്രാറ്റുലേഷൻ. ഓക്കെ, ഞാൻ ഡോക്ടർ റോയ് സാർക്ക് കൊടുക്കാം. ഒരു മിനിറ്റ്. അനീഷ്, കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു സാർ. നമ്മുടെ പോലെയൊക്കെ താനും ഒരു സാധാരണക്കാരനാണ്, ഞാനും സാധാരണക്കാരനാണ്. അപ്പോ ഒരു 10 ലക്ഷം രൂപ പ്രൈസ്. താങ്ക് യു സാർ. എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല സാർ എന്റെ സന്തോഷം എന്ന് പറയുന്നത്. അത്രമാത്രം സന്തോഷമുണ്ട്. എനിക്ക് സത്യമായിട്ട് എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല കേട്ടോ. നോ പ്രോബ്ലം. അപ്പൊ നാളൊന്ന് കാലിക്കറ്റ് വരണം. ഞാൻ ഫ്ലൈറ്റ് കയറുമ്പോൾ ചെക്ക് തന്ന് ഞാൻ പോകും ഇവിടുന്ന് കടവുന്ന്. ഓക്കെ സാർ. ഞാൻ എബിലിന് കൊടുക്കാം. ഒരു നിമിഷം കേട്ടോ. എന്റെ ബ്രദറും കൂടിയാണ് എബില്. ഒറ്റ സെക്കൻഡ് കൊടുക്കാം. എന്തോ സാർ ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ. അത്ര പറഞ്ഞറിയിക്കാൻ കേട്ടല്ലോ, ഇതാണ് വിഷയം. കറക്റ്റ് 10 മണിയാകുമ്പോൾ ഇന്ന സ്ഥലത്ത് വരണം, ഞങ്ങൾ ഇങ്ങനെ പൈസ പ്രഖ്യാപിച്ചിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞ ഒരു കോള്. വളരെ സന്തോഷം തന്നെ. അനീഷിന് 10 ലക്ഷം രൂപ കിട്ടുമെന്ന് പറഞ്ഞാൽ വളരെ ചില്ലറ കാര്യമൊന്നുമില്ല. അദ്ദേഹം അത്ര എഫോർട്ട് എടുത്തിട്ടുണ്ട്. അപ്പം ഈ ലാസ്റ്റ് മൊമെന്റിൽ നമ്മൾ എപ്പോഴും പറഞ്ഞ പോലെ തന്നെ ആ റീ എൻട്രി വന്നില്ലായിരുന്നെങ്കിൽ ഉറപ്പായിട്ടും കപ്പ് തൂക്കേണ്ട ഒരു വ്യക്തി തന്നെയായിരുന്നു അനീഷ്. അപ്പം എന്തൊക്കെയായാലും 10 ലക്ഷം രൂപ കിട്ടി, വളരെയധികം സന്തോഷം. പക്ഷെ നമുക്കിവിടെ ശ്രദ്ധേയമായ ഒരു കാര്യം എന്ന് വെച്ചാൽ ഇതിവിടെ ഒരു PR ഒരു അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഒരു ബാറ്റിലാണ് ഇവിടെ നടക്കുന്നത്. എന്ന് വെച്ചാൽ അവിടെ ഒരു ഗെയിം തന്നെയാണ് നടക്കുന്നത്. അപ്പം ഇപ്പൊ അനീഷിന് ഉള്ള റീച്ച് എന്തുമാത്രമാണെന്ന് ഇവർക്ക് മനസ്സിലായിട്ടുണ്ട്. അപ്പൊ കോൺഫിഡൻസ് ഗ്രൂപ്പ് എന്ന് പറയുമ്പോഴത്തേക്ക് അതിന്റെ കൂടെ ഒരു തള്ളെന്നുള്ള രീതിയിൽ ശരിക്കും അനീഷിനെ വീണ്ടും ഇവര് യൂസ് ചെയ്യുവാണ്. അപ്പൊ അത് പറയാനുള്ള കാരണം എന്ന് വെച്ചാൽ ഈ വീഡിയോ ഇവർ ഈ പുറത്ത് വിട്ട വീഡിയോയ്ക്ക് തന്നെയുണ്ട്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ കോള് തന്നെ കണ്ടില്ലേ, കോള് റെക്കോർഡ് ചെയ്യുമ്പോൾ പറയുന്നുണ്ട് ഞങ്ങളെപ്പോലെ തന്നെയുള്ള ഒരു സാധാരണക്കാരൻ ഡോക്ടർ റോയ് സാറിന്റെ ഇത് നമുക്കറിയാനുണ്ട്. കോൺഫിഡൻസ് ഗ്രൂപ്പിന്റെ ഒരു മുതലാളി എന്ന് പറയുമ്പോൾ പുള്ളിയുടെ റേഞ്ച് അത്ര വലുതാണ്. അപ്പം എന്നെ പോലെ തന്നെയുള്ള ഒരു സാധാരണക്കാരനാണ് അനീഷ് എന്ന് അങ്ങനെ മെൻഷൻ ചെയ്താണ് ഇദ്ദേഹം പറയുന്നത്. അപ്പൊ തന്നെ അതിൽ തന്നെ കാര്യം വ്യക്തമാണ്. പിന്നെ ഇതെല്ലാം റെക്കോർഡ് ചെയ്യുന്നു, പിന്നെ പുറത്തോട്ട് വിടുന്നു. പിന്നെ പിറ്റേ ദിവസം തന്നെ ഇത് വളരെ വലിയ രീതിയിൽ തന്നെ മീഡിയാസിനെ ഒക്കെ സെറ്റാക്കി നിർത്തി, അനീഷ് വരുമ്പോ തന്നെ സെറ്റാക്കി നിർത്തി കറക്റ്റ് ആംഗിളിലും എല്ലാം ഫോഴ്സ് ചെയ്ത് ഫോട്ടോസും അവർക്ക് വേണ്ട വിഷ്വൽസും കാര്യങ്ങളും ഒക്കെ എടുത്ത് സോഷ്യൽ മീഡിയ വഴി പ്രചരിപ്പിക്കുന്ന ഒരു സംഭവം നമ്മൾ കണ്ടു. അപ്പൊ അതുകൊണ്ട് വെച്ചിട്ടാണ് നമ്മൾ പറയുന്നത് ഇത് ശരിക്കും കോൺഫിഡൻസ് ഗ്രൂപ്പിന് തന്നെ ഉള്ള ഒരു അഡ്വർടൈസ്മെന്റ് കൂടെയാണ്. അവർക്കൊരു ചുളിവിൽ ഒരു PR. അപ്പൊ അവർക്കൊരു 10 ലക്ഷം രൂപ കൊടുക്കുന്നു എന്ന് പറയുമ്പോഴത്തേക്ക് അവർക്ക് അത് വളരെ വലിയ കാര്യമൊന്നുമില്ല. നമുക്കൊരു 500 രൂപ നമ്മുടെ പോക്കറ്റിൽ നിന്ന് പോകുന്ന പോലെ ഉള്ളൂ അവർക്കൊരു 10 ലക്ഷം രൂപ കൊടുക്കുന്നത്. അപ്പൊ ഇത് ഇവര് മാക്സിമം പബ്ലിസിറ്റി ചെയ്യുന്നുണ്ട്. എന്തിന്റെ പേരിലാണെങ്കിലും ഇപ്പൊ അനീഷിന് 10 ലക്ഷം രൂപ കിട്ടിയല്ലോ, അത് തന്നെ വളരെ വലിയ കാര്യം. പിന്നെ നമുക്ക് കം ടു ദ ബാക്ക്, അനുമോളിലേക്ക് വരുവാണെങ്കിൽ അനുമോളുടെ ഒരു
അർഹയില്ലാത്ത ഒരു കപ്പ് കിട്ടിയതിന്റെ പേരിലാണ് ഇങ്ങനെ ഒരു സംഭവം കൊടുക്കുന്നത് എന്നുള്ള ഒരു സംഭവം PR-ന്റെ ഇടയിൽ, അതായത് നമ്മുടെ ഈ ജനങ്ങൾക്ക് തന്നെ ഒരു അന്ധമായ ഫാൻസിന്റെ ഇടയിൽ അങ്ങനെ ഒരു സംസാരവും കാര്യങ്ങളും ഒക്കെ നടപ്പുണ്ട്. അതായത് അനീഷ് ഫാൻസിന്റെ ഇടയിൽ അങ്ങനെ ഒരു സംസാരവും കാര്യങ്ങളും ഒക്കെ നടപ്പുണ്ട്. അപ്പം അതൊന്നും ആയിരിക്കത്തില്ല. കാരണം അവിടെ കണ്ടന്റ് കൊടുക്കുക എന്ന് പറഞ്ഞത് ചീഞ്ഞ കണ്ടന്റ് ആണെങ്കിലും നല്ല കണ്ടന്റ് ആണെങ്കിലും ഏഷ്യാനെറ്റിന് കണ്ടന്റ് മതി. അത് അവര് എങ്ങനെ വൈറലാക്കാൻ പറ്റും അത്രയും വൈറലാക്കി അവരുടെ TRP റേറ്റ് കൂട്ടുകയുള്ളൂ. അപ്പം ഒരു PR-ന്റെ ബലത്തില് മാത്രം അനുമോൾ കപ്പടിച്ചെന്ന് പറഞ്ഞാൽ അത് നമുക്ക് വിശ്വസിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അഫ്കോഴ്സ് PR ഉണ്ട്, PR-ന് നല്ല സപ്പോർട്ട് ഉണ്ട്. പക്ഷെ അതുകൊണ്ട് മാത്രമല്ല, നമ്മൾ എപ്പോഴും പറഞ്ഞ പോലെ ലാസ്റ്റ് അനുമോള് കോർണറിലിട്ട് അറ്റാക്ക് ചെയ്തില്ല. അതാണ് ഇവിടെ അനുമോള് കപ്പടിക്കാൻ കാരണം. അല്ലെങ്കിൽ ഉറപ്പായിട്ടും അനീഷിനെ കിട്ടുമായിരുന്നു. പക്ഷെ ഇപ്പം കോൺഫിഡൻസ് ഗ്രൂപ്പ് രംഗത്ത് വന്നതിന്റെ ഉദ്ദേശം ഇത് തന്നെയാണ്, ഇദ്ദേഹത്തെ വെച്ചൊരു മുതലെടുപ്പ് തന്നെയാണ്. അപ്പൊ നമുക്ക് ആ വീഡിയോയും വിഷ്വൽസ് ഒക്കെ ഒന്ന് നോക്കിയിട്ട് അല്ല, ഞാനേ സാറിന്റെ ഇപ്പൊ ഇങ്ങനെ സാറിന്റെ ഭാഗത്തുനിന്ന് ഇങ്ങനെ വിളിച്ചു പറഞ്ഞപ്പോൾ ഞാൻ ശരിക്കും ഞെട്ടിപ്പോയി. കാരണം എന്നെ പോലുള്ള ഒരാളെ കൺസിഡർ ചെയ്യാൻ കാണിച്ച ഒരു മനസ്ഥിതി ഉണ്ടല്ലോ, അതൊരു വലിയ കാര്യമാണ്. പിന്നെ ഇന്നലെ പ്രഖ്യാപിച്ചു, അത് കഴിഞ്ഞ് ഇന്ന് ചെക്ക് തരികയാണ്. അതാണ് കോൺഫിഡൻസിന്റെ ഒരു പോളിസി. വാഗ്ദാനം മാത്രമല്ല, എന്റെ അമ്മ പറയാണ്ട് ഇതിൽ ആശ മാത്രം കൊടുക്കാൻ പാടില്ല, നമ്മൾ പറഞ്ഞ കൊടുത്ത് പോണം. സാർ എത്ര തിരക്കുള്ള മനുഷ്യനാണ്, ഒരു മഹത് വ്യക്തിയാണ്. എന്നിട്ട് കൂടെ സാർ എനിക്ക് വേണ്ടി ഇത് തരാന്ന് പറഞ്ഞാൽ അത്രമാത്രം സന്തോഷമുണ്ട്. താങ്ക് യു. ഞാൻ പിന്നെ നിങ്ങളുടെ ഓഡിയൻസ് ചോദിക്കും എങ്ങനെയാണ് റെഡ് എന്ന്. ഞാൻ റെഡിലെ സൈൻ ചെയ്യാറുള്ളൂ ഈ ചെക്ക്. അപ്പോൾ നാളെ എൻ്റെ എപ്പോഴും റെഡ് കളറിലാണ് സൈൻ ചെയ്യാറുള്ളത്. അപ്പോൾ എനിക്കൊരു സ്പെഷ്യാലിറ്റിയാണത്. അപ്പോൾ നാളെ ബാങ്കിൽ ഇട്ടോളൂ, മറ്റന്നാൾ 10 ലക്ഷം രൂപ. കണ്ടില്ലേ, ഇത് തന്നെയാണ് ഇവിടെ സംഭവിക്കുന്നത്. ഇവർക്ക് ശരിക്കും കുറച്ചും കൂടെ റീച്ച് കിട്ടി, കുറച്ചും കൂടെ ഇത് ഒരു പബ്ലിസിറ്റിയിലോട്ട് എത്താൻ വേണ്ടിയിട്ട് ഇത് കരുതി കൂട്ടിയിട്ടുള്ള പരിപാടി തന്നെയാണ്. അത്രയും മീഡിയാസും കാര്യങ്ങളും എല്ലാം സെറ്റ് ചെയ്ത് അത്രയും പബ്ലിസിറ്റി അതിട്ട് പോയിട്ടുണ്ട്. കറണ്ടില്ലേ, നമ്മൾ മുമ്പേ കണ്ടതുപോലെ കറക്റ്റ് ആയിട്ട് ചെക്കൊക്കെ പിടിച്ച് അനീഷിനെ കൊണ്ട് ഹെലികോപ്റ്ററിന്റെ ഫ്രണ്ടിൽ നിർത്തിച്ചിട്ട് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. അപ്പൊ അദ്ദേഹം കറക്റ്റായിട്ട് പറയുന്നുണ്ട് ചെക്ക് നോർത്ത് കാണിക്കുന്നൊക്കെ പറഞ്ഞിട്ട്. അതൊക്കെ ഒരു സ്ട്രാറ്റജിയാണ്, ഒരു ബിസിനസ് ആണ്, പ്യുവർ ബിസിനസ് ആണ് ഇവിടെ നടക്കുന്നത് എന്നാണ് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളത്. അപ്പൊ എന്ന് വെച്ചാൽ ഇത് ശരിക്കും ഡയറക്റ്റ് ആയിട്ടാണെങ്കിലും ഇൻഡയറക്റ്റ് ആയിട്ടാണെങ്കിലും അനുമോക്കിട്ട് തന്നെയുള്ള ഒരു കൊട്ടാണെന്ന് എന്ന് പറഞ്ഞാൽ അതിനും സംശയിക്കേണ്ടി വരും. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് അനുമോളെ തീർച്ചയായും ബാധിക്കും. അവർക്കൊരു PR എന്ന് പറഞ്ഞ ഇപ്പൊ വെളിയിലെല്ലാം ചർച്ച നിൽക്കുമ്പോൾ ഇങ്ങനെയും കൂടെ ഒരു ന്യൂസും കൂടെ സ്പ്രെഡ് ആകുമ്പോഴത്തേക്ക് ഉറപ്പായിട്ടും അനുമോക്കുള്ള ഒരു നല്ലൊരു കൊട്ട് തന്നെ ആയിരിക്കും. അതെന്തെങ്കിലും ആകട്ടെ, അതൊന്നും നമ്മുടെ വിഷയമല്ല. അപ്പൊ നമുക്ക് ഇപ്പോഴത്തെ വിഷയം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അനീഷേട്ടന് 10 ലക്ഷം രൂപ കിട്ടുന്നത്. അപ്പൊ അനീഷേട്ടന് മാത്രമല്ല മറ്റ് ആൾക്കാർക്കും കൂടെ ഉണ്ടല്ലോ, അവർക്കും കൂടെ 2, 3 ലക്ഷം 1 ലക്ഷം രൂപയെങ്കിലും വെച്ച് കൊടുത്താൽ കൊള്ളാമെന്ന് നമുക്കൊരു ഇതുണ്ട്. അപ്പൊ ഇനി ഇങ്ങനെ ആർക്കെങ്കിലും സെലിബ്രേറ്റ് ചെയ്യണം, എന്തെങ്കിലും മുതലാളിമാരുണ്ടെങ്കിൽ അവർക്കും കൂടെ കൊടുക്കുക എന്ന് നമ്മൾ ഇതിലൂടെ പറയുന്നു. അപ്പൊ എല്ലാം ഇതൊരു ബിസിനസ് ആണ്. അപ്പം ഇവർക്ക് ഈ ഒരു 10 ലക്ഷം രൂപ കൊടുത്തത് ഒരു വീഡിയോ ഇട്ട് റീച്ച് അയക്കാൻ ഇവർക്ക് ഒരു 10 കോടി കിട്ടുന്ന ഒരു ബെനിഫിറ്റ് ആണ് ഈ ഒരു സംഭവത്തോട് അവർക്ക് കിട്ടുന്നത്. അതായത് അനീഷിന് കൊടുത്ത് ഈ 10 ലക്ഷം അവര് ഷൂട്ട് ചെയ്ത് അത് വേണ്ട രീതിയിലെല്ലാം പബ്ലിസിറ്റി ചെയ്തിട്ടുണ്ട്. അത് അവരെ നന്നായിട്ട് അവർക്ക് അതിന്റെ ഗുണം കിട്ടുക തന്നെ ചെയ്യും. പ്ലസ് അനീഷിനും അതിന്റെ ഒരു ഗുണം കിട്ടുമെന്നും. 10 ലക്ഷം എന്ന് പറയുമ്പോൾ ചില്ലറ കാര്യമൊന്നും ഇല്ലല്ലോ. ഇപ്പം നോക്കുകയാണെങ്കിൽ അനീഷിനാണ് ലോട്ടറി അടിച്ചിട്ടുള്ളത്. നല്ലൊരു ശതമാനം എമൗണ്ട് നമുക്ക് 100 ദിവസം നിന്നപ്പോ കിട്ടി. പിന്നെ മൈജിയുടെ സ്പോൺസർ, വീട്ടിലുള്ള ഫർണിച്ചർ കാര്യങ്ങളൊക്കെ, അത് തന്നെ നല്ലൊരു സംഭവം കാണും. കാരണം അനീഷിന്റെ അത്യാവശ്യം നല്ല വലിയൊരു വീടാണ്, ഒരു 2 നില വീടൊക്കെയാണ്. അപ്പം അതിനകത്ത് ഫുള്ളും ഉള്ള ഒരു ഫർണിച്ചർ എന്ന് പറയുമ്പോഴത്തേക്ക് അത്യാവശ്യം നല്ല എമൗണ്ട് കിട്ടും. പിന്നെ ഇപ്പോൾ ഉള്ള ഈ 10 ലക്ഷം രൂപ കോൾ അടിച്ച അതൊക്കെ തന്നെയാണ്. പിന്നെ അപ്പം അനീഷേട്ടന് ഈ ഒരു പ്രൈസ് കൊടുത്തതിൽ നിങ്ങൾക്ക് എന്താണ് തോന്നിയത്? എനിക്ക് വളരെ സന്തോഷമായിട്ട് തോന്നി. നിങ്ങൾക്ക് എന്താണ് തോന്നിയെന്ന് വെച്ചാൽ തീർച്ചയായും കമന്റ് ചെയ്യുക. അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ചിൽഡ്രൻ ടേക്ക് കെയർ, ബൈ.